ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാമല്ലേ? ഇന്നത്തെ നമ്മുടെ കഥയിലെ നായകൻ മഹേഷാണ്. അപ്പോൾ ഞാനിനി മഹേഷായിട്ട് തന്നെ സംസാരിക്കാം. എൻ്റെ പേര് മഹേഷ്, കണ്ണൂരാണ് താമസം. ജീവിതത്തിൽ ഏറെക്കുറെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ഇപ്പോൾ കുവൈറ്റിൽ ഒരു എണ്ണ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയത്തി, ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത്. ഈ കഥ തുടങ്ങുന്നത് ശരിക്കും 2020-ലാണ്. ഷെയർ ചാറ്റിൽ സജീവമായ ഞാൻ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. പേര് അലീന. അന്നവൾക്ക് 19 വയസ്സാണ്. വെളുത്ത് പാൽ നിറമുള്ള ഒരച്ചായത്തി പെണ്ണ്. എനിക്ക് അവളേക്കാൾ 3 വയസ്സ് മൂപ്പുണ്ട്. ഞങ്ങളുടെ പരിചയം പോകെ പോകെ ആങ്ങള പെങ്ങൾ ബന്ധത്തിലേക്ക് വഴിമാറിപ്പോയിരുന്നു. പോകെ പോകെ ആ ബന്ധവും ദൃഢമായി. ചാറ്റുകൾ കോളുകളായി, കോളുകൾ വീഡിയോ കോളുകളായി. പക്ഷേ ആ സമയത്തൊന്നും മറ്റൊരു രീതിയിൽ അവളെ ഞാൻ കണ്ടില്ലായിരുന്നു. നീണ്ട ചുരുണ്ട മുടികളുള്ള ഒരു സുന്ദരി പെണ്ണ്. മെലിഞ്ഞിട്ടാണവൾ. കൂടാതെ ആ നാട്ടിൽ തന്നെ അവൾക്കൊരു കാമുകനും ഉണ്ടായിരുന്നു. ഇവർ വഴക്ക് കൂടുമ്പോഴെല്ലാം അവളെൻ്റെ അടുത്തേക്കാണ് ഓടി വരിക. തല്ലിലുള്ള വിഷയം എപ്പോഴും ഒരുപോലെ തന്നെയായിരുന്നു. ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. മറ്റൊന്ന് ഞാനായിരുന്നു. എന്നോടുള്ള അവളുടെ ബന്ധം അവളുടെ കാമുകന് വല്ലാത്ത ഇറിറ്റേഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ പലതവണ അവരോട് അകലം പാലിച്ചതാണ്. ഞാൻ കാരണം അവരുടെ ഉള്ളിൽ ഒരു പ്രശ്നം ഉടലെടുക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ സ്നേഹം തലക്ക് പിടിച്ച അവൾ അകലം തോറും എന്നോട് കൂടുതൽ അടുപ്പം കാണിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു നാൾ ജോലിയില്ലാത്ത ഞായറാഴ്ചയായിരുന്നു. അതിരാവിലെ വാട്സപ്പിൽ ഒരു കോൾ വന്നു. ഉറക്കച്ചടവിൽ ഞാൻ കോളെടുത്ത് നോക്കി. അത് അവളായിരുന്നു. ഞാൻ പതിയെ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. അമ്മു. ഫോൺ എടുത്തതും ഞാൻ അവളെ വിളിച്ചു. അവളെ അമ്മു എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. മറുഭാഗത്തുനിന്നും മറുപടിയൊന്നും വന്നില്ല. പകരം ലഭിച്ചത് തേങ്ങലോടെയുള്ള കരച്ചിലാണ്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉറക്കം പമ്പ കടന്നു. അമ്മു, എന്തിനാടി കരയുന്നേ? ഞാൻ ചോദിച്ചു. അത് മഹേഷേട്ടാ, അവനെന്നെ ചതിച്ചു. വീണ്ടും അവളുടെ തേങ്ങൽ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. എനിക്കത് വല്ലാതെ ഏറ്റിരുന്നു. ഡി, നീ കാര്യം പറ, എന്താ പറ്റേ? അവൻ എന്ത് ചെയ്തു? ഞാൻ ചോദിച്ചു. അമ്മു വിങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മഹേഷേട്ടാ, അവനെന്നെ പച്ചയ്ക്ക് ചതിക്കായിരുന്നു. ഇത്രയും കാലം എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നു. അവൾ പറഞ്ഞു. എടി, നീ ഒന്ന് തെളിച്ചു പറ, എന്താ ഉണ്ടായത്? ഞാൻ ചോദിച്ചു. അത് ഇന്ന് രാവിലെ എനിക്കൊരു അപരിചിതമായ നമ്പറിൽ നിന്നും ഒരു കോള് വന്നു. ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ പറയുക അവളും അവനും തമ്മിൽ പ്രണയത്തിലാണെന്ന്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നത്. അവനെന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്നത് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അവളോട് നല്ലോണം ചൂടായി. അവളെ ഞാൻ ഒരുപാട് ചീത്ത വിളിച്ചു. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞതൊന്നും അവൾ കേട്ട ഭാവം പോലും നടിച്ചില്ല ഏട്ടാ. വളരെ ശാന്തമായിട്ടാണ് അവൾ സംസാരിച്ചത്. അവൻ ഇനി എൻ്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവനെ എനിക്ക് വിട്ടു തരണം എന്നവൾ എന്നോട് ആവശ്യപ്പെട്ടു. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല ഏട്ടാ. ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ നോക്കി. അപ്പോഴാണ് അവൾ പറഞ്ഞത്, വിശ്വാസമില്ലെങ്കിൽ നിൻ്റെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കുന്നു. ഞാൻ അല്പം ആകാംക്ഷയോടെ, എന്നിട്ട് നീ തുറന്നു നോക്കിയോ? അമ്മു തേങ്ങലോടെ പറഞ്ഞു. നോക്കിയേട്ടാ. അവളെനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു. അവനും അവളും കൂടെ ഉള്ളത്. വളരെ അടുത്ത നിലയിലുള്ള ഫോട്ടോസ്. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ തകർന്നു പോയേട്ടാ. എനിക്ക് കാണാൻ പോലും വയ്യ. എന്നെ നോക്കി ചിരിക്കാറുള്ള അതേ കണ്ണുകളോടെ അവൻ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ. അമ്മു, നീ സമാധാനപ്പെട്. അവൻ ഇത്രയ്ക്കും നീചനാണെന്ന് നമ്മൾ കരുതിയില്ലല്ലോ. ഞാൻ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഏട്ടാ. ആ പെണ്ണിപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ അവൾക്ക് വേണമെന്ന്. എനിക്ക് വല്ലാതെ പേടിയാവുന്നു.
എന്തിനാ ഏട്ടാ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തേ? ഞാൻ എന്ത് തെറ്റാ അവനോട് ചെയ്തേ? അമ്മ പറഞ്ഞു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചതിച്ചത് അവനാണ്. നീ ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യണ്ട. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ നീ ആ പെണ്ണിൻ്റെ കോളിനി എടുക്കണ്ട. ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ. നമുക്കിതിന് ഒരു പരിഹാരം കാണാം, ഞാൻ പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ദൂരെ ഇരുന്നുകൊണ്ട് നാട്ടിലുള്ള അവളുടെ സങ്കടം മാറ്റാൻ എനിക്ക് വാക്കുകൾ കൊണ്ട് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. എൻ്റെ അവധി ദിവസമായിരുന്നിട്ടും ഉറങ്ങാനോ മറ്റൊന്നിനോ എനിക്ക് തോന്നിയില്ല. ഫോണിലൂടെ അവളെ ആശ്വസിപ്പിച്ചും ധൈര്യം നൽകിയും ഞാൻ ആ പകൽ ചിലവഴിച്ചു. അവസാനം ഞാൻ അവളോട് പറഞ്ഞു, അമ്മു, നീ ഒരിക്കൽ കൂടി അവനെ വിളിച്ച് സംസാരിക്കണം. ഒളിച്ചോടുകയല്ല വേണ്ടത്. കാര്യങ്ങൾ നേരിട്ട് ചോദിക്കണം. അവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയണമല്ലോ. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം വിറയ്ക്കുന്ന ശബ്ദത്തോടെ അമ്മു എന്നെ വീണ്ടും വിളിച്ചു. അമ്മു, നീ അവനോട് സംസാരിച്ചോ? അവൻ എന്താ പറഞ്ഞത്? ഞാൻ ചോദിച്ചു. അമ്മു ഒരു തരം മരുവിപ്പോടെ, സംസാരിച്ചു ഏട്ടാ. പക്ഷേ അവൻ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ ഇപ്പോഴും പറയുന്നത് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ എന്ത് പക്ഷേ? ഇത്രയും വലിയ ചതി ചെയ്തിട്ടും അവൻ ഇനിയും ന്യായീകരിക്കാനുണ്ടോ? ഞാൻ ചോദിച്ചു. മഹിയേട്ട, അവൾ അയച്ചുതന്ന ഫോട്ടോസ് സത്യമാണെന്ന് അവൻ സമ്മതിച്ചു. ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ അവന് കുറവുകളുണ്ടത്രേ. ഞാനവനെ കൊണ്ട് ഒന്നിനും സമ്മതിക്കുന്നില്ല, ഒന്ന് തൊടാൻ പോലും. അതുകൊണ്ട് അവനുണ്ടായ ആവശ്യമാണ് അതെന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് അവൾ ആ ബന്ധം തുടർന്നു എന്ന്. എന്ത്? ഈ ആവശ്യത്തിന് വേണ്ടി മറ്റൊരു പെണ്ണിനെ കൂട്ടുപിടിച്ച് അത് നിന്റെ കുറ്റമാണെന്നാണോ അവൻ പറയുന്നത്? ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചു. അതെ ഏട്ടാ, എന്നെ സ്നേഹമാണെന്നും അവളെ ആവശ്യമാണെന്നും അവൻ പറയുന്നു. രണ്ടുപേരെയും ഒഴിവാക്കാൻ അവന് കഴിയുന്നില്ലത്രേ. ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. എനിക്കത് കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നു മഹിയേട്ട. ഇത്രയും കാലം ഞാൻ സ്നേഹിച്ചത് ഇങ്ങനെയുള്ള ഒരുത്തനെയാണല്ലോ, അമ്മു പറഞ്ഞു. അമ്മു, മതി, നിർത്ത്. ഇനിയൊരു നിമിഷം പോലും നീ ഇതിനെക്കുറിച്ച് ആലോചിക്കരുത്. സ്നേഹത്തിന് ഓരോരോ ന്യായങ്ങൾ പറയുമ്പോൾ നിന്നെ അർഹിക്കുന്നില്ല അവൻ. നിന്നെയല്ല, നിന്റെ മനസ്സിനെയാണ് അവൻ സ്നേഹിക്കേണ്ടിയിരുന്നത്. ഇതിനെ അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ല, അഴുക്കെന്നാണ് പറയുന്നത്. ഈ ബന്ധം ഇവൾ വെച്ച് അവസാനിപ്പിക്കണം. അവനെ നിന്റെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി വെട്ടിമാറ്റണം, കേട്ടല്ലോ? ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് പേടിയായിട്ടാ, എനിക്ക് അവനില്ലാതെ, അമ്മു പറഞ്ഞു. ഒരു പേടിയും വേണ്ട. ആ ചതിയൻ്റെ കൂടെ കണ്ണീര് കുടിച്ച് കഴിയുന്നേക്കാൾ നല്ലത് അന്തസ്സായി ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. നിനക്ക് നിൻ്റെ ഈ ഏട്ടനുണ്ട്. ഇനിയൊരു തവണ കൂടി നീ അവനെ വിളിക്കരുത്. അവൻ്റെ കോൾ എടുക്കുകയും വേണ്ട, മനസ്സിലായോ? ഞാൻ ചോദിച്ചു. അമ്മു മറുപടി ഒന്നും പറഞ്ഞില്ല. അവളുടെ തേങ്ങൽ ഫോണിലൂടെ എനിക്ക് കേൾക്കാമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത അവനോട് എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നി. എൻ്റെ വാക്കുകൾ അമ്മു വളരെ ഗൗരവമായി തന്നെ എടുത്തു. സ്നേഹിച്ച പുരുഷൻ തന്നെ ഇത്രയും തരംതാന്ന രീതിയിൽ ചതിച്ചെന്ന തിരിച്ചറിവ് അവളെ വല്ലാതെ തളർത്തിയിട്ടുണ്ടെങ്കിലും എൻ്റെ കൂടെയുള്ള സംഭാഷണങ്ങൾ അവൾക്ക് പുതിയൊരു കരുത്ത് നൽകി. അവൾ പതിയെ ആ ബന്ധത്തിൽ നിന്നും പുറത്തു കടക്കാൻ തുടങ്ങി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അവൾക്ക് പ്രയാസമായിരുന്നു. ഇടയ്ക്കൊക്കെ സംസാരിക്കുമ്പോൾ അവളുടെ ശബ്ദമിടരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും പഴയ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് അവളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പകരം അവളുടെ ശ്രദ്ധ മാറ്റാൻ എൻ്റെ ജോലി വിശേഷങ്ങളും കുവൈറ്റിലെ കാഴ്ചകളും ഞാൻ അവളോട് പങ്കുവെച്ചു. ഇടയ്ക്ക് അവൾ എന്നോട് പറഞ്ഞു, മഹേട്ട, ഞാൻ അവൻ്റെ എല്ലാ കോണ്ടാക്ട്സും ഡിലീറ്റ് ചെയ്തു. ഇനി എനിക്ക് അവനെ കാണണ്ട. പക്ഷേ ഇത്രയും കാലം ഞാൻ വെറുതെ കളഞ്ഞല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു, അമ്മു പറഞ്ഞു. സാരമില്ല അമ്മു, ചില പാഠങ്ങൾ പഠിക്കാൻ നമ്മൾ അല്പം വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നീ തകർന്നു പോരുത്. നിൻ്റെ കൂടെ ഞാനുണ്ട്. ഏത് പാതിരാത്രിയിലും നിനക്കെന്നെ വിളിക്കാം, ഞാൻ പറഞ്ഞു. പതിയെ പതിയെ അവൾ പഴയതുപോലെ ചിരിക്കാൻ തുടങ്ങി. അവളുടെ സംസാരത്തിൽ ആത്മവിശ്വാസം തിരിച്ചു വന്നു. നാട്ടിലെ ഓരോ ചെറിയ കാര്യങ്ങളും അവൾ എന്നോട് പങ്കുവെക്കും. വീട്ടിലെ വിശേഷങ്ങൾ, അവളുടെ പഠനം, കൂട്ടുകാർ, അങ്ങനെയെല്ലാം.
എൻ്റെ അവധി ദിവസങ്ങളിൽ അവൾക്ക് വേണ്ടി മാത്രമുള്ളതായി മാറി. കിലോമീറ്ററുകപ്പുറം മലയാളത്തിലിരിക്കുമ്പോഴും എൻ്റെ അനിയത്തിയുടെ മനസ്സ് ശാന്തമായതറിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസം തോന്നി. അമ്മുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവളുടെ വെറുമൊരു ഏട്ടൻ മാത്രമല്ലായിരുന്നു, മറിച്ച് ലോകത്തവൾക്ക് ഏറ്റവും വിശ്വസിക്കുന്ന ഏക തണലായി ഞാൻ മാറിയിരിക്കുന്നു. ഞങ്ങളുടെ ബന്ധം അത്രമേൽ ദൃഢമായി. എൻ്റെ സഹായത്താൽ ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും അവൾ പൂർണ്ണമായും പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അവളുടെ ജീവിതം വീണ്ടും വർണ്ണശബളമായതിൽ എനിക്ക് അഭിമാനം തോന്നി. എങ്കിലും ഈ കരുതലിനും സ്നേഹത്തിനും അപ്പുറം വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നില്ല. ബന്ധങ്ങൾ എത്ര ദൃഢമായാലും കാലം ചില മാറ്റങ്ങൾ വരുത്തുമെന്നും മാറുന്ന പ്രകൃതിയും പെണ്ണിൻ്റെ മനസ്സും ഒന്നു തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു വർഷത്തിനു ശേഷം അമ്മുവും ഞാനും തമ്മിലുള്ള ബന്ധം സാധാരണഗതിയിലേക്ക് മാറി. ഓൺലൈനിൽ നിന്നും പരിചയപ്പെട്ട ഒരാങ്ങളെയും പെങ്ങളുമാണെന്ന ചിന്ത രണ്ടുപേരിൽ നിന്നും ഇല്ലാതായിരിക്കുന്നു. ദിവസം 3 നേരമുള്ള ഫോൺ വിളികൾ പതിയെ 2 ദിവസം കൂടുമ്പോൾ ഒരു തവണ എന്ന പോലെ മാറിയിരിക്കുന്നു. അതിന് ഞാനും ഒരു കാരണക്കാരനാണ്. എനിക്ക് ജോലി തിരക്ക് കുറച്ച് കൂടുതലായിരുന്നു. എങ്കിലും വിളിക്കുന്ന സമയം ഞങ്ങളുടെ സംഭാഷണം ആ പഴയ മഹേഷും അമ്മുവും പോലെ തന്നെയാണ്. എല്ലാ കാര്യവും തുറന്നു പറയുന്ന സുഹൃത്തുക്കൾ പോലെ. അമ്മുവിൻ്റെ സ്വഭാവ ഗുണങ്ങളും പ്രകൃതിയും അല്പം മാറിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചിത്രീകരിച്ച് അവളെനിക്ക് അയച്ചു തരും. കൂടെ 100 കണക്ക് ഫോട്ടോസും. അതിൽ കോമഡി, ഹോളി മുതൽ ഔട്ട്ഡോർ ഫോട്ടോ വരെ ഉണ്ടാകും. പെണ്ണിപ്പോൾ പണ്ടത്തെ പോലെയല്ല, അത്യാവശ്യം തടി വച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആരും നോക്കിപ്പോകും. ഞാൻ പോലും ചില സമയം അവളുടെ ഓരോ ഫോട്ടോസ് കാണുമ്പോൾ അറിയാതെ വഴിമാറിപ്പോയിട്ടുണ്ട്. പക്ഷെ മനസ്സ് സ്വയം പിടിച്ചു നിർത്തുന്നതാണ്. ഒരു ദിവസം അമ്മ എനിക്ക് കോൾ ചെയ്തു. അവൾ തുടർ പഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് പോകുന്നെന്ന കാര്യം പറയാനാണ് വിളിച്ചത്. ബാംഗ്ലൂരിലേക്ക് പോകുന്നെന്ന് കേട്ടപ്പോൾ സന്തോഷത്തേക്കാൾ ഉപരി എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആദിയായിരുന്നു. അവൾ അയച്ചു തരുന്ന ഫോട്ടോസ് എൻ്റെ ഫോണിലുണ്ട്. ഞാനത് ഓരോന്നായി നോക്കി. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ അവൾ. അത്യാവശ്യം തടിയൊക്കെ വെച്ചിട്ടുണ്ട്. അവളിപ്പോൾ യൗവനത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു പെണ്ണാണ്. എൻ്റെ വാക്കുകളിൽ ഒരു ജ്യേഷ്ഠൻ്റെ കരുതലിനോടൊപ്പം മറ്റെന്തൊക്കെയോ അറിഞ്ഞോ അറിയാതെയോ കരരാൻ തുടങ്ങി. ഒരു ദിവസം ഫോൺ വിളിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ബാംഗ്ലൂരിലേക്ക് പോകുന്നതൊക്കെ തീരുമാനിച്ചത് കൊള്ളാം അമ്മു. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നീ നിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. നീ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞേ? ഞാൻ ഇപ്പോഴാണ് ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാൻ തുടങ്ങിയത്, അമ്മ പറഞ്ഞു. ഞാനല്പം ഗൗരവത്തോടെ എന്നാൽ പതിഞ്ഞ സ്വരത്തിൽ. അതാണ് എനിക്കും പറയാനുള്ളത്. നീ ഇനി കാഴ്ചരുന്ന ഫോട്ടോസൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിൻ്റെ മാറ്റം പഴയതുപോലെ അല്ല നീ ഇപ്പോൾ, ഞാൻ പറഞ്ഞു. അമ്മു അല്പം ചമ്മലോടെ. അയ്യോ ഏട്ടാ, അതൊക്കെ ക്യാമറയുടെ ഓരോ ആംഗിൾ കാരണമായിരിക്കും. അല്ല അമ്മു, അത് ക്യാമറയുടെ കുഴപ്പമല്ല. നീ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ബാംഗ്ലൂർ പോലൊരു സ്ഥലത്ത് നീ ഇങ്ങനെയൊക്കെ മോഡേണായിട്ട് നടന്നാൽ അത് ആൾക്കാർക്ക് പലതിലേക്കും വഴിതിരിച്ചു കൊടുക്കും. പിന്നെ ഒരാൾ പോലും നിന്നെ അങ്ങനെ നോക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു. മഹിയേട്ടൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ടൊക്കെ എൻ്റെ ഫോട്ടോസ് നോക്കാറുണ്ടോ? ഞാൻ വിചാരിച്ചു ഏട്ടൻ എൻ്റെ മുഖം മാത്രം ശ്രദ്ധിക്കാറുള്ളെന്ന്. അവൾ പറഞ്ഞു. മുഖം മാത്രം നോക്കിയാൽ പോരല്ലോ അമ്മു, നിന്നെ ഞാൻ ശരിക്കും ശ്രദ്ധിക്കാറുണ്ട്. നിൻ്റെ ആ മാറ്റം എന്നെപ്പോലും ചിലപ്പോഴൊന്ന് ഇരുത്തി ചിന്തിപ്പിക്കാറുണ്ട്. നീ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവളാണ്. നിന്നെ ആരും ആ ഒരു കണ്ണിൽ കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി മറച്ചു പിടിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ നീ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാവൂ. മറുഭാഗത്ത് അവൾ നിശബ്ദമായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ അവൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഒരാങ്ങളയുടെ ഉപദേശത്തെക്കാളുപരി തന്നെ ഒരാൾ ആഴത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് അവളിൽ പുതിയൊരു ഉണർവുണ്ടാക്കിയത് എനിക്ക് ഫോണിലൂടെ അനുഭവപ്പെട്ടു. ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നതും ഞാൻ ആകാംക്ഷയോടെ അത് തുറന്നു. അമ്മു അയച്ച ഒരു പുതിയ ഫോട്ടോ എൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു. അത് കണ്ടതും എൻ്റെ തൊണ്ട വരളുന്ന പോലെ എനിക്ക് തോന്നി. തൻ്റെ പഴയ അമ്മു എവിടെ?
എൻ്റെ മുന്നിലെ ചിത്രത്തിൽ നിൽക്കുന്നത് തികച്ചും വ്യത്യസ്തകരമായ ഒരാളാണ്. പക്ഷേ അതുണർത്തിയത് എന്നേക്കാളുപരി മറ്റൊരാളെയായിരുന്നു. പിന്നീട് ഞാൻ ആ ഫോട്ടോയിലെ അവളുടെ മുഖത്തേക്ക് നോക്കി. മുഖത്ത് ഗൗരവം എല്ലാം കൂടി ചേർന്നപ്പോൾ അവൾ എനിക്കൊരു അപരിചിതയെ പോലെ തോന്നി. എൻ്റെ അനിയത്തിക്കുട്ടി എന്നുള്ളപരി അവൾ എനിക്കൊരു പെണ്ണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കാൻ ഞാൻ കനിഞ്ഞ് പരിശ്രമിച്ചു. പക്ഷേ ആ ഫോട്ടോയിലേക്ക് നോക്കുന്തോറും എൻ്റെ ഉള്ളിലെ ഏട്ടൻ പതറുന്നുണ്ടായിരുന്നു. അമ്മു, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് വിളിച്ചു ചോദിക്കാൻ എനിക്ക് തോന്നി. വിറച്ചുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്തു, അമ്മു, ഇതല്പം അധികമാണ്. ഇതൊക്കെയാണോ നീ ബാംഗ്ലൂരിലേക്ക് എടുക്കുന്നത്? ഇത് കണ്ടാൽ ഞാൻ പറഞ്ഞു. അവളുടെ മറുപടിക്കായി ഞാൻ കാത്തിരുന്നു. എൻ്റെ നെഞ്ചിടിപ്പ് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു. അമ്മുവിൻ്റെ ആ മറുപടി വന്നതും എൻ്റെ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി. ശരി ഏട്ടാ, എങ്കിൽ ഞാൻ വേറൊരെണ്ണം നോക്കട്ടെ. ഇത് ഏട്ടന് ഉറപ്പായി ഇഷ്ടപ്പെടും എന്നായിരുന്നു അവളുടെ മെസ്സേജ്. അല്പസമയത്തിന് ശേഷം വാട്സപ്പിൽ അടുത്ത ഫോട്ടോ തെളിഞ്ഞു. അത് കണ്ടതും എൻ്റെ കയ്യിലിരുന്ന ഫോൺ നിലത്ത് വീഴുമെന്ന അവസ്ഥയിലായി. റൂമിലെ AC തണുപ്പിലും ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. ഒരാങ്ങള എന്ന നിലയിൽ ഇതിനെ എതിർക്കണമെന്ന് പറയണമെന്നുണ്ടെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ല. അവൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇതൊക്കെയെന്ന് ഞാൻ സംശയിച്ചു. അമ്മു, നീ എന്തായി ചെയ്യുന്നത്? ഇത് ബാംഗ്ലൂരിൽ പോയി ഇടാനാണോ നീ വാങ്ങുന്നത്? ഇത് എന്നെ ശരിക്കും ഭ്രാന്ത് പിടിപ്പിക്കും, ഞാൻ പറഞ്ഞു. അവളുടൻ തന്നെ മറുപടി അയച്ചു, അയ്യോ ഏട്ടാ, ഇതത്രയ്ക്ക് മോശമാണോ? ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാ. ഏട്ടന് ചൂടാവല്ലേ, ഞാനിത് എടുക്കുന്നില്ല, പോരെ? അവളുടെ ആ കുസൃതി നിറഞ്ഞ മറുപടി എന്നെ കൂടുതൽ കുഴപ്പത്തിലാക്കി. അവളിത് മനഃപൂർവ്വം എന്നെ കളിപ്പിക്കാൻ ചെയ്യുന്നതാണോ അതോ നിഷ്കളങ്കമായി ചെയ്യുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ ഫോണിലെ ആ ഫോട്ടോകൾ ഒരു നിധി പോലെ സൂക്ഷിക്കാനും അതേസമയം അത് ഡിലീറ്റ് ചെയ്യാനും കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ. പെട്ടെന്നാണ് ഞാൻ കിടക്കുന്ന മുറിയിൽ ആരോ കയറി വന്നത് ഞാൻ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ള ഫോൺ നിലത്തേക്ക് വീണു. സ്വർഗത്തിലെ കട്ടെറുമ്പ് പോലെ കയറി വന്ന അതിഥി ആരാണെന്ന് ഞാനൊന്ന് നോക്കി. അതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന റാഫി എന്ന ചെറുപ്പക്കാരനായിരുന്നു. എന്നേക്കാൾ 1 വയസ്സ് ചെറുപ്പമേ അവനുള്ളൂ. പക്ഷേ ഇവിടെ ഉള്ളതിൽ വെച്ച് എൻ്റെ ഏറ്റവും വലിയ കൂട്ടാണവൻ. അവനുമായി ഷെയർ ചെയ്യാത്ത ഒന്നും എൻ്റെ ലൈഫിലില്ല, ഒന്നൊഴികെ. അതാണ് അമ്മു. അവളെക്കുറിച്ച് ഞാനൊന്നും ആരോടും ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവനോടും പറഞ്ഞിട്ടില്ല. അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ നല്ല വശവും ചീത്ത വശവും അറിയാവുന്ന ഒരു അടുത്ത സുഹൃത്ത്. പക്ഷേ വേറെ വിഷയത്തിലൊക്കെ അവൻ എൻ്റെ വല്യേട്ടനായിട്ട് വരും. അവൻ്റെ മുന്നിലേക്കാണ് ആ ഫോൺ വീണത്. റാഫി അതെടുത്ത് നോക്കി. ഞാൻ ആ സമയം അനങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അതിലെ ചിത്രങ്ങൾ കണ്ട് അവൻ്റെ മുഖം മാറുന്നത് ഞാൻ കണ്ടു. പട്ടിണി കിടന്നവന് ബിരിയാണി കിട്ടിയ അവസ്ഥയായിരുന്നു അവൻ്റെ മുഖത്തപ്പോൾ. ഒരു കുസൃതി ചിരിയോടുകൂടി അവൻ എന്നെ നോക്കി. എനിക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അനിയത്തിയാണെന്ന് പറഞ്ഞാൽ അത് ഈ സന്ദർഭത്തിൽ ശരിയാവില്ല. കാരണം ഈ സാഹചര്യത്തിലെ സംഭാഷണങ്ങൾ അതിനോട് ചേർന്നതല്ലായിരുന്നു. ഏതാ മഹിയേട്ട ഇത്? കൊള്ളാലോ, എവിടെ നിന്ന് ഒപ്പിച്ചു? ആരാ ഇത്? അവൻ്റെ ഓരോ ചോദ്യവും തീയമ്പുകൾ പോലെ എൻ്റെ നെഞ്ചിൽ തറച്ചു. അവൻ്റെ വാക്കുകൾ കേട്ട് അവനെ തല്ലാനുള്ള ദേഷ്യം വന്നെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സന്തോഷവും ഞാൻ തിരിച്ചറിഞ്ഞു. വിറയ്ക്കുന്ന ശബ്ദത്തോടെ ഞാൻ പറഞ്ഞു, എടാ, അത് ഓൺലൈനിൽ നിന്നും പരിചയപ്പെട്ട ഒരു കുട്ടിയാണ്. ഞാൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. നിങ്ങൾക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു മഹിയേട്ടാ? അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അമ്മുവിൻ്റെ ചിത്രങ്ങൾ സൂം ചെയ്ത് നോക്കാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകളിൽ എന്തോ തിളങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.